ഗായ്സ്. സോ നമ്മുടെ ഡേ 2 ആണിത്. നമ്മളിന്ന് ഫുള്ള് ഡൽഹി വിസിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മളിവിടെ വോൾവോ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അതിനകത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടുണ്ടോ നമ്മൾ പോവുകയാണ്. ഫസ്റ്റ് എവിടാന്ന് അറിയത്തില്ല. നമ്മളാ ലേറ്റ് ആയിട്ട് വന്നത്. നമ്മളെക്കാത്ത ഇത്ര നേരം ബസ് ഇവിടെ കിടന്നെയാണ്. ഇന്നത്തൊക്കെ മലയാളികളുണ്ടെന്ന് തോന്നുന്നു. എത്തി മലയാളം പറയുന്നത് കേട്ടു. Program for today. Listen, Delhi divided 2 parts, old and new. First, India Gate. നമ്മൾ ഇന്ത്യ ഗേറ്റിൽ വന്നിരിക്കുന്നു. ഇതാണ് ഇന്ത്യ ഗേറ്റ്. നമ്മൾ ഇതുവഴിയാണ് താഴോട്ട് എത്തുന്നത്. എൻ്റെ ഔട്ട്ഫിറ്റ് അടിപൊളി. സോ ഗായ്സ്, നമ്മൾ ഇന്ത്യ ഗേറ്റ് വന്നു കേട്ടോ. അടിപൊളി. ഫോട്ടോ എടുക്കാനേ പറ്റുന്നില്ല, കാരണം എല്ലാവരും കൂടി നിൽക്കുന്നു. രാവിലെ ഉണ്ട്, പക്ഷെ അത്ര ആളില്ല. ഉള്ള ആളൊക്കെ എല്ലാവരും ഒരുമിച്ച് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നാ ഫോട്ടോ എടുക്കുന്നത്. നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ വന്നു ഗൈസ്. ലോട്ടസ് ടെമ്പിൾ. പണ്ട് GK ബുക്കിലൊക്കെ കണ്ട സ്ഥലമാണ്. അപ്പം നമ്മൾ നേരിട്ട് കാണാൻ പോവാണ്. അയ്യോ ഹായ്, ആ പൂ നോക്കി അടിപൊളി. കണ്ട ഗൈസ്, തറ കിടപ്പുണ്ടോ. നമ്മൾ ലോട്ടസ് ടെമ്പിളിൻ്റെ ഫ്രണ്ടിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലായിടത്തും നല്ല തിരക്കുണ്ട്. നല്ല സൺലൈറ്റ്. എന്തേ അമ്മ, ഈ ക്യൂലൂടെ വേണം അതിനകത്ത് കയറാൻ വേണ്ടിയിട്ട്. സോ വി ആർ വെയിറ്റിംഗ്. നല്ല ഭംഗിയുള്ള സ്ഥലം. നമ്മള് ലോട്ടസ് ടെമ്പിൾ കണ്ടിറങ്ങി. പക്ഷെ അതിനകത്ത് കയറിയിരുന്നു മിണ്ടാതിരിക്കണമായിരുന്നു 12 മിനിറ്റ്. എന്നെ കൊണ്ട് പറ്റിയില്ല. അവസാനം ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ അതിനകത്ത് കുറേ വോളണ്ടിയേഴ്സ് പോലെ നിൽപ്പുണ്ട് ആൾക്കാർ. അവരെന്നെ വഴക്കും കേട്ട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. അയ്യോ. സോ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ദാണ്ടേറ്റ് ബാക്കി കണ്ട. നമ്മുടെ 3ാമത്തെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. എവിടാന്ന് ഗസ് ചെയ്യാവോ? ഭയങ്കര വെയില്. സോ ഞാൻ ജാക്കറ്റ് ഇട്ടു. കണ്ണടിച്ചു പോകുന്നല്ലോ. ഹയസ്റ്റ് ടവറോ? അയ്യോ, അങ്ങനെ നമ്മൾ ഇപ്പോൾ വീണ്ടും ബസ്സിൽ കയറി. സംഭവം നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. അകത്ത് ക്യാമറ ഒന്നും അലോഡല്ല. അതാ ഞാൻ ഫ്രണ്ടിൽ വന്നിട്ട് സ്ഥലം എത്തിയെന്ന് പറഞ്ഞിട്ട് പിന്നെ എൻ്റെ വീഡിയോ കാണാത്തത്. നമ്മുടെ ഫോൺ അവരെ അലോഡല്ല ചിലയിടത്തൊന്നും. സോ വീഡിയോ എടുക്കാതെ പറ്റും. ഇനി നമ്മൾ എവിടെ പോകുന്നത്? So within 2 minutes reach for ITDC. So within 2 minutes. ITDC, the part of the sightseeing. After ITDC for lunch. Okay. ITDC is not personal and private market. Chemical. 99% use a chemical. It does not use chemical. It is use a vegetable color, use flower color, uncommon color. You know block painting?
ഗൈസ്, ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. ഈ അകത്തുള്ള കാഴ്ചകൾ കാണിച്ചു തരാം ഞാൻ അതിനകത്ത് ഒരു വീഡിയോ എടുത്തു കേട്ടോ. പക്ഷെ അവരെൻ്റെ അടുത്ത് പറഞ്ഞു വീഡിയോ എടുക്കരുതെന്ന്. അതുകൊണ്ട് എനിക്ക് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ കഴിക്കുന്ന വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. സോ ബില്ല് കാണിച്ചു തരാം. ഇത്രയും ഓക്കെ. സോ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഒരു അടിപൊളി ഹോട്ടലിൽ വന്നു. മലയാളിയുടെ ഹോട്ടലാണെന്ന് തോന്നുന്നു. കണ്ടോടാ എഴുതി വെച്ചേക്കുന്നുണ്ടോ? നമ്മൾ ചിക്കൻ ബിരിയാണി കഴിച്ചു, സൗത്ത് ഇന്ത്യൻ താലി ഓർഡർ ചെയ്തു, എല്ലാം കഴിച്ചു. വേറെ ഫുള്ളായി. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് അറിയത്തില്ല. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് വാസ് സൂപ്പർ. ബേബി പറ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഫുഡായിരുന്നു. അങ്ങനെ ഒരു മലയാളി ഫുഡ്, മലയാളി ഫുഡെന്ന് മലയാളിയുടെ ഹോട്ടലായിരുന്നു. ഫുഡ് ഈസ് ഗുഡ്. ഇനി നമുക്ക് 4 ഡെസ്റ്റിനേഷനും കൂടെ കവർ ചെയ്യാനുണ്ടെന്നാണോ നമ്മളെ ഗൈഡ് പറഞ്ഞത്. ആദ്യം പറഞ്ഞായിരുന്നു രാവിലെ 4, ഉച്ച കഴിഞ്ഞിട്ട് 4. ഭംഗിയുള്ള റോഡ്. നമ്മളിപ്പം ഇന്ദിരാഗാന്ധിയുടെ എവിടേക്കുമാണ് പോകുന്നത്. ഇതൊക്കെ ഇന്ദിരാഗാന്ധി ഉപയോഗിച്ച സാധനങ്ങളാണ്. ഞാനിത് മിററാണോ? ഗൈസ്, ഇത് ഇന്ദിരാഗാന്ധിയുടെ വീടാണ്. നല്ല ഭംഗിയുണ്ടല്ലേ ബുക്സൊക്കെ. ഇതാണ് ഇന്ദിരാഗാന്ധിയുടെ മുറി. നല്ല മുറി. വെടി കൊണ്ട സ്ഥലം കണ്ട. അവിടെ ഇപ്പോഴും അവര് പൂവൊക്കെ ഇട്ട് വെച്ചിപ്പോ. ഇതോ അവിടെയാണ് വീട്. അവിടെ നിന്നാളാ വെടി നോക്കുന്നത് കേട്ടോ. ആ നമ്മളെല്ലാം കണ്ടിറങ്ങി പുറത്ത്. And corner New Parliament. And left side is signal with traffic boards, with white board na, with 26 January starting point, starting place. നമ്മൾ രാജ്ഘട്ടി വന്ന് നമ്മളെ ഗാന്ധിജിയെ അടക്കിയിരിക്കുന്ന സ്ഥലത്ത് കണ്ടോ ഗൈസ്. ആ പാട്ട് കേട്ടോ, മറ്റേ പാട്ട്. ഇതാണ് ഗാന്ധിജി അടക്കിയിരിക്കുന്ന സ്ഥലം. സോ വൈകിട്ടായി ഗൈസ്. സോ നമ്മൾ വിചാരിച്ച് ചായ കുടിക്കാന്ന്. രണ്ട് മസാല ചായ കൊള്ളാം. വെറൈറ്റി ഒരു ടേസ്റ്റാണ്. കേരള സ്റ്റൈലല്ല, എന്തോ ഒരു എരിവൊക്കെ ഉണ്ട്. കൊള്ളാം. ഇനി നമുക്ക് ഒരു ഡെസ്റ്റിനേഷനും കൂടെ ഉണ്ട്. എവിടെയായിരുന്നു അത്? എവിടെയായിരുന്നു?
റെഡ് ഫോർട്ടാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. നമ്മളിപ്പോൾ നിൽക്കുന്നത് PM ഹൗസിലാണ്. അപ്പം നമ്മളിനി എവിടെയെങ്കിലും പോയി, എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല, സോ ബാക്കിയൊക്കെ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. സോ ഇത് എൻ്റെ ബ്രദറിൻ്റെ ഫോണാണ് ഞാൻ എടുക്കുന്നത്. ആ ബ്രദറിനെ ഒന്ന് കാണിച്ചാൽ ഐഡി കൂടെ. അതുകൊണ്ട് തന്നെ ഫോൺ തരുവാണെങ്കിൽ നമുക്ക് ബാക്കി വീഡിയോ എടുക്കാം. എൻ്റെ 13% ചിലപ്പോൾ ഓഫാവും. സോ ഇനി അവിടെ ചെന്നിട്ടൊന്നും എടുക്കാൻ പറ്റില്ല. അതാ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പറ്റിയാലോ എന്ന് വെച്ച് അങ്ങ് എടുത്തതാണ്. അപ്പം ഇനി ചാർജ് ഉണ്ടെങ്കിൽ റെഡ് ഫോർട്ടിൽ വെച്ച് കാണാം, ഇല്ലെങ്കിൽ ഈ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ബൈ. എന്തോ പരിപാടി കിടക്കുവാണ്, അതുകൊണ്ടാണ് ഇത്ര ആളുകൾ. അങ്ങനെ നമ്മൾ ട്രിപ്പ് കഴിഞ്ഞ് നാട്ടിൽ വന്നപ്പോഴാണ് കേട്ടോ അറിയുന്നത് ആ റെഡ് ഫോർട്ടിൽ ഭയങ്കര ഒരു ബ്ലാസ്റ്റ് നടന്ന കാര്യം. നമ്മൾ ഡൽഹിയിൽ കുറേ സ്ഥലങ്ങളിൽ പോയെങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നത് റെഡ് ഫോർട്ടിലായിരുന്നു കേട്ടോ. ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. നമ്മൾ അത് കഴിഞ്ഞ് ഈ ബ്ലാസ്റ്റ് നടക്കുന്നതിന് ഒരു 2 ദിവസം മുമ്പ് നാട്ടിലെത്തിയിരുന്നു കേട്ടോ. റെഡ് ഫോർട്ടിൽ വന്നു ഗൈസ്. പക്ഷെ എൻ്റെ ഫോൺ ഇപ്പോൾ ഓഫാവും. അതുകൊണ്ട് നിങ്ങളെ ചെറുതായിട്ടൊന്ന് റെഡ് ഫോർട്ട് ചെറുതായിട്ടൊന്ന് കണ്ടോ. അവസാനമായ ബ്ലോഗിലേക്ക് നമ്മൾ വരികയാണ്. അങ്ങെത്തുന്നതിന് മുമ്പ് ഫുള്ളൊന്നും എടുക്കാൻ പറ്റത്തില്ല, കാരണം ഓഫാവും. സോ അത്രേ ഉള്ളൂ. എല്ലാ ഫോണും ബൈ. എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇനി അടുത്ത കിഡ്നം സ്ഥലങ്ങൾ ഇനി വരുന്നേ ഉള്ളൂ. ഇത് മാത്രമല്ല കാണുക, ഈറ്റ് ആൻഡ് വാച്ച്.